പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ദിവ്യകാരുണ്യ സന്നിധിയിൽ അരമണിക്കൂർ സമയം അവിടുത്തെ അനന്തമായ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ നോമ്പിൻ്റെ 5-ാം വ്യാഴാഴ്ച നമുക്കായിരിക്കാം. ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴം അത് കൂടുതൽ നമുക്ക് അനുഭവിച്ചറിയാം. മരണത്തോളം താഴ്ന്ന അതികഠോരമായ വേദനകളെ നമുക്കായി ഏറ്റെടുത്ത് അത്രത്തോളം നമ്മെ സ്നേഹിച്ച ആ ഈശോയുടെ സ്നേഹത്തിൻ്റെ ഒരംശമെങ്കിലും അവിടത്തേക്കായി മാറ്റിവെക്കാൻ, അവിടുത്തെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് വരങ്ങൾ തേടി പ്രാർത്ഥിക്കാം. ഈശോയുടെ ഒരു വേദന തിരുവചനത്തിലൂടെ നമ്മളിന്ന് കേട്ടു. ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പ്രവേശിക്കുകയാണ്. ജീവിതത്തിൻ്റെ അവസാന വിനാഴികളിതായി എത്തിക്കഴിഞ്ഞു. ഈ ലോകത്തിൽ ഞാൻ മനുഷ്യനായി അവതരിച്ചതിൻ്റെ ലക്ഷ്യം ഇതാ പൂർത്തീകരിക്കാൻ പോവുകയാണ്. നമ്മൾ ജെറുസലേമിൽ എത്തിക്കഴിഞ്ഞാൽ പ്രവചനം പോലെ ഞാൻ വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടും. അവരെന്നെ എൻ്റെ മേൽ തുപ്പും. അതികഠോരമായ പീഡകൾ അവരെന്നെ ഏൽപ്പിക്കും. അവരെന്നെ വധിക്കും. എന്നാൽ മക്കളെ, നിങ്ങൾ നിരാശപ്പെടേണ്ട. ഈ പീഡകളൊക്കെ ഞാൻ ഏറ്റെടുക്കുന്നത് അതിനുവേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്, നിങ്ങളെ നേടാൻ. താൽക്കാലികമായി ഞാൻ നിങ്ങളിൽ നിന്ന് മറയ്ക്കപ്പെട്ടാലും നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. കാരണം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ തിരുവചനം പറയുന്നു, അവൻ പറഞ്ഞ വചനത്തിന്റെ പൊരുൾ അവർ മനസ്സിലാക്കിയില്ല. കാരണം അവരുടെ മനസ്സ് മൂടപ്പെട്ടിരുന്നു. ഈശോ തന്റെ വേദനകളെക്കുറിച്ച്, തന്റെ സഹനങ്ങളെക്കുറിച്ച്, അന്യായമായ പീഡകളെക്കുറിച്ച് തൻ്റെ കൂടെയുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള മനസ്സ് അവർക്കില്ലാതെ പോയി. തിരുവചനത്തിൽ നമുക്ക് ധ്യാനിക്കാം, എന്തുകൊണ്ടാണ് അവർക്ക് ഈശോയുടെ ഹൃദയം അറിയാൻ കഴിയാതെ പോയത്. 3 വർഷക്കാലം കൂടെ നിർത്തി ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. ഒത്തിരി അനുഭവങ്ങളിലൂടെ അവരെ കൊണ്ടുപോയി. ഒത്തിരി സാക്ഷ്യങ്ങൾ അവർ കേട്ടു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഒരുമിച്ച് അന്തി ഉറങ്ങി. ഒരുമിച്ച് യാത്ര ചെയ്തു. എന്നിട്ടും എന്തേ തന്റെ പ്രിയപ്പെട്ട ശിഷ്യർക്ക് അവന്റെ വചനത്തിന്റെ പൊരുൾ മനസ്സിലാകാതെ പോയി. കൂടെ നടക്കുമ്പോഴും കൂടപ്പിറപ്പിന്റെ കൂട്ടുകാരന്റെ മനസാക്ഷി അറിയാൻ കഴിയാതെ പോകുന്നത് അതൊരു വലിയ വേദനയല്ലേ.
വർഷങ്ങളായി കൂടെ താമസിച്ചിട്ടും ജീവിത പങ്കാളിയുടെ മനസ്സറിയാൻ കഴിയാതെ പോകുന്ന അവസ്ഥകളെക്കുറിച്ച് ആപലാതികളും പരാതികളും പറയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നിങ്ങൾ എൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി, എന്നിട്ടും എന്തേ എന്നെ ഒന്ന് മനസ്സിലാക്കാത്തത്? പല ജീവിത പങ്കാളികളും തങ്ങളുടെ ജീവിത പങ്കാളികളെ നോക്കി ചോദിക്കുന്ന മനോഹരമായ ചോദ്യം, അത് നമ്മുടെ ജീവിതാനുഭവമാണ്. അങ്ങനെയെങ്കിൽ ഈശോ തന്റെ പ്രിയപ്പെട്ട ശിഷ്യരോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്റെ വചനത്തിന്റെ പൊരുൾ അറിയാൻ കഴിയാതെ പോയത്? കാരണം നിങ്ങൾ കൂടെ നടക്കുമ്പോഴും കൂടെ ആയിരിക്കുമ്പോഴും കൂടെ ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങൾ ചിന്തിച്ചത് മുഴുവനും ഭൗതികമായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണല്ലോ ശിഷ്യപ്രമുഖരിൽ 2 പേര് മറ്റു 10 പേര് വരുന്നതിന് മുൻപ് തന്നെ അവന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് അവനോട് പറയുന്നത്, തന്റെ പീഡാസകല മരണോത്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ 2 പേർ, യാക്കോബും യോഹന്നാനും, അവനോട് പറഞ്ഞു, തമ്പുരാനെ, നീ മരിക്കുകയാണെങ്കിൽ നിന്റെ രാജ്യത്തിൽ ഞങ്ങൾ ഒരുവൻ നിന്റെ വലതുവശത്തും അവരനെ ഇടതുവശത്തും ഇരുത്തിയേക്കണം. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്ക് ഈ 2 സഹോദരന്മാരുടെ അമർഷം തോന്നി എന്നാണ് വചനം പറയുന്നത്. എന്തിനാ അമർഷം തോന്നുന്നത്? അവരത് ചോദിച്ചത് കൊണ്ടല്ല, മറിച്ച് തങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ പോയി ചോദിച്ചത് കൊണ്ടാണ്. പത്രോസ്ലീഹായ്ക്ക് വേണ്ടി ഈശോ മനോഹരമായി പ്രാർത്ഥിക്കുന്നുണ്ട്. പത്രോസേ, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. കാരണം നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. നീ മടങ്ങിച്ചെന്ന് നിന്റെ സഹോദരങ്ങളെ നീ ശക്തിപ്പെടുത്തണം. ഈശോ അത് പറയുമ്പോഴും ആത്മാർത്ഥമായ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞൊരു കാര്യമാണ്, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഈശോയ്ക്കറിയാം നീ എന്നെ തള്ളി പറയുമെന്ന്. അത് മുന്നറിയിപ്പ് കൊടുത്തു. എന്നിട്ടും അതൊന്നും പത്രോസ്ലീഹ മനസ്സിലാക്കിയില്ല. യൂദാസിനോട് നീ ഒറ്റിക്കൊടുക്കുമെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞതാണ്. എന്നിട്ടും യൂദാസിന് ഈശോ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായില്ല. ഈശോയുടെ ലക്ഷ്യം തിരിച്ചറിയാതെ അവന്റെ കൂടെ കൂടുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവം ഇത് തന്നെയാണ്. ഞാനും നിങ്ങളുമൊക്കെ ഈശോയുടെ കൂടെ കൂടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജോലി കിട്ടാൻ, സമ്പത്തുണ്ടാക്കാൻ, പരീക്ഷയിൽ പാസ്സാകാൻ, രോഗസൗഖ്യം, നല്ല വീട് വാങ്ങാൻ, നല്ല ആരോഗ്യമുണ്ടാവാൻ, ഇതൊക്കെയാണോ നമ്മുടെ ലക്ഷ്യം? ഓരോ ബലിയർപ്പിക്കുമ്പോഴും ഓരോ നോമ്പിലൂടെ കടന്നു പോകുമ്പോഴും ഓരോ ഭക്തകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ഓരോ നൊവേന ചൊല്ലുമ്പോഴും എന്റെ ലക്ഷ്യം ഇതാണോ? ഈ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് അതുമാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ ഈശോയ്ക്ക് ചില കാര്യങ്ങൾ നമ്മോട് പറയാനുള്ളതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് പറ്റാതെ പോകും. ഈശോ കൃത്യമായിട്ട് പറഞ്ഞു, മക്കളെ, നമ്മളിതാ ജെറുസലേമിലേക്ക് പ്രവേശിക്കുകയാണ്. കൃത്യമായ മുന്നറിയിപ്പ് അവൻ കൊടുക്കുകയാണ്. എന്നെ അവരടിക്കും, എന്റെ മേൽ തുപ്പും, എന്റെ ശിരസൻ മുൾമുടി അവർ ധരിപ്പിക്കും, എന്നെ അവർ കുരിശിലേറ്റി കൊല്ലും. ഇതിന്റെ പൊരുളൊന്നും അവർ മനസ്സിലാക്കില്ല. കാരണം അവർ കൂടെ നടന്നു, ലക്ഷ്യം വേറെയായിരുന്നു. അതുകൊണ്ടാണല്ലോ ഓരോരുത്തരായി ഓടി ഒളിച്ചത്. എന്നാൽ കൂടെ ഉണ്ടായിരുന്നത് അമ്മ മാത്രമാണ്. അമ്മയ്ക്ക് പുത്രന്റെ മനസ്സ് നന്നായിട്ട് അറിയാം. ഈ ഒരു അമ്മ മനസ്സിന് വേണ്ടി നമുക്ക് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ നിന്റെ കൂടെ കൂടുന്നത് എന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നിന്റെ കാര്യങ്ങൾ, നിന്റെ ലക്ഷ്യം അത് എന്നിലൂടെ പൂർത്തീകരിക്കാൻ നീ എനിക്ക് നിന്റെ വചനത്തിന്റെ പൊരുൾ അറിയാൻ വരം തരണമേ. നമുക്ക് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ശാന്തമായി നമ്മൾ സ്വാർത്ഥപരമായി ഭൗതികമായി നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാനോടൊന്ന് മാപ്പ് ചോദിക്കാം.
തമ്പുരാന്റെ കരങ്ങളിൽ നമ്മെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ട് അടിയറ വെച്ചിട്ട് നമുക്ക് പറയാം, തമ്പുരാനെ, നിന്നെ സ്വന്തമാക്കണം എനിക്ക്. നിന്റെ വചനത്തിന്റെ പൊരുൾ ആഴത്തിൽ മനസ്സിലാകണം എനിക്ക്. എന്റെ ലക്ഷ്യമല്ല, നിന്റെ ലക്ഷ്യം എന്നിലൂടെ നടപ്പിലാവണം. അതിന് വചനത്തിന്റെ പെരുമഴ എന്റെ ഹൃദയത്തിൽ ആഴത്തിൽ വർഷിക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. തമ്പുരാൻ അത് ആഗ്രഹിക്കുന്നു. തമ്പുരാൻ ഇന്ന് നമ്മോട് പറയുന്നതും അത് തന്നെയാണ്. ഇനി 2 ആഴ്ച കൂടെ എന്റെ പീഡാസകന മരണോത്ഥാനത്തിന്റെ ഓർമ്മ ആചരിക്കുന്നതിന് ഏറ്റവും അടുത്ത ആഴ്ചകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. ഈശോയുടെ ആഴത്തിൽ നമുക്ക് പറയാം, വചനത്തിന്റെ പൊരുള് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ശിഷ്യരെ പോലെ നിന്റെ ഇഷ്ടം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഞങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ മാപ്പ് ചോദിക്കുന്നു. നമ്മൾ ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം എന്ന വണ്ണം വചനത്തിന്റെ ആഴം മനസ്സിലാക്കാൻ തമ്പുരാനെ ഞങ്ങൾ കരുണ വർഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ ജപമാല ചൊല്ലി ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്ത് വചനം മനസ്സിലാക്കാൻ, നാവിന്റെ കെട്ടുകളഴിക്കാൻ ജെറമിയായുടെ നാവിനെ തൊട്ട ഈശോയുടെ ആ കരുണ, ആ സാന്നിധ്യം നമ്മുടെ നാവിലും നമ്മുടെ ജീവിതത്തിലും തൊടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ എന്ന് പറഞ്ഞ് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് ശിക്ഷതറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നാളിയർത്ത് സുഖത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതം ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെ എല്ലാമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവ് ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ
ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. നിത്യപിതാവേ ഞങ്ങളുടെ ലോകമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവിശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ നിദാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ ഞങ്ങളുടെ ഈ ലോകമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവിശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവനിലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവനിലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവനിലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവനിലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവനിലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവനിലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവനിലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവനിലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവനിലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവനിലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെ ഈ ലോകമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവിശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ നിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും മേൽ കരുണയായിരിക്കണമേ.
ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി 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 ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവിശ്വമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ
പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്